കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭായോഗമായി ഭവനാങ്കണത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 20/4/2025 ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 2025 20-ാം ദിവസം നമുക്ക് സഭായുഗമായി കൂടി വരുവാൻ കർത്താവ് കൃപ നൽകി. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ സമയം വരെയും കർത്താവ് നമുക്ക് അതിനുള്ള അനുവാദം തന്നു. ജീവനോടെ ഇരിപ്പാൻ കൃപ തന്നു. കർത്താവിനെ ആരാധിപ്പാൻ കൃപ തന്നു. സ്തോത്രം. നമ്മുടെ ബുദ്ധിയല്ല, കഴിവല്ല, പ്രാപ്തിയല്ല എന്നുള്ളത് നാം നന്നായി ഗ്രഹിക്കണം. പൗലൂസിനേക്കാൾ വലിയൊരു സുവിശേഷകനെ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും വലിയ സുവിശേഷകനാണ് പൗലൂസ്. താനൊരു പ്രവാചകനാണ്, അപ്പോസ്തലനാണ്, സുവിശേഷകനാണ്, ഇടയനാണ്, ഉപദേഷ്ടാവാണ്, എല്ലാമാണ്. തൻ്റെ വാക്കുകൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ താൻ പറയുന്ന ആ ഭാഗങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങളും അത് അറിയണം എന്ന് ഞാനും ആഗ്രഹിക്കും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പിന്നെയും നമുക്ക് ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനങ്ങ് ചുരുക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കേഫാവിന് പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി, ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. സത്യവേദ പുസ്തകത്തിൽ ഈ വാക്യം ഉണ്ടെങ്കിലും ആരും ഒന്നും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്താ പ്രസംഗിച്ച് കേൾക്കാത്തതെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ആ പൗലൂസിനെ പോലെ ആകാൻ അങ്ങോട്ട് മനസ്സില്ല. വാഗൊണ്ട് പറയുമെങ്കിലും ഹൃദയത്തിൽ അതിനുള്ള വാഞ്ചയില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ. KJV ട്രാൻസ്ലേഷനാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് കിട്ടുന്നത്. ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. മാസം തികയുന്നതിന് മുമ്പ് പ്രസവിച്ച ഒരു ചാപിള്ളയാണ് ഞാൻ. റവറൻ്റ് പദവും ഡോക്ടർ പദവും വലിയ വലിയ ഹയർ ഡിഗ്രിയൊക്കെ എടുത്ത് സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റർമാർക്ക് ഈ വാക്യം ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ ഈ വാക്യത്തിൻ്റെ മുൻപിൽ ഭയപ്പെടണം, വിനയപ്പെടണം, താഴണം. ഞാൻ മുൻപ് പറഞ്ഞു, പൗലൂസിനേക്കാൾ ഒരു സുവിശേഷകൻ ഈ ലോകത്തിലില്ല, എടുത്തു കാണിക്കാനില്ല. പൗലൂസിനെ പോലൊരു പൗരൻ, റോമൻ പൗരൻ, എബ്രായൻ ലോകത്ത് കാണാനില്ലല്ലോ. റോമാ പൗരൻ അടിക്കുന്നത് പൗലൂസ് അത് വെളിപ്പെടുത്തിയപ്പോൾ, അയ്യോ, റോമ പൗരൻ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പൗരത്വം റോമാ പൗരത്വമായിരുന്നു. ഇന്നിപ്പോൾ അമേരിക്കയോ ജർമ്മനോ ഇസ്രയേലോ ഒക്കെ ആയിരിക്കാം. ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്. ആ റോമൻ സാമ്രാജ്യം രണ്ടാമതും സ്തോത്രം ഇവിടെ രൂപപ്പെട്ട് വരുമെന്ന് സത്യവേദ പുസ്തകം പറയുന്നു. അത് വേറെ സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരു റോമാ പൗരൻ വിലപ്പെട്ട ഒരു പൗരത്വമാണ്. ആ പൗരത്വത്തെ പോലും പൗലൂസ് പൊളിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകും. അവിടുത്തെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ പൗരത്വം സ്വർഗീയ പൗരത്വമാണെന്ന് പൗലൂസ് തെളിയിച്ച് തൻ്റെ റോമാ പൗരത്വവും എബ്രായ അനുഭവങ്ങളും ഒരു യഹൂദൻ എന്നുള്ള പദവിയും സ്തോത്രം ഫിലിപ്പിയ ലേഖനം നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഞാനത് വളരെ വായിച്ച് വാസ്തവത്തിൽ കരഞ്ഞു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാൻ സംബന്ധിച്ച് സഭയെ ഉദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു. അപ്പം ഈ പദവികൾ തനിക്ക് ലാഭമായിരുന്നു. ഈ പദവികൾ നമുക്ക് ലാഭമായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ പദവികൾ ലാഭമായിരുന്നത് കൊണ്ട്
തൻ്റെ ആ പദവികൾ മുഴുവൻ ക്രിസ്തുവേശുവിൻ്റെ ആ കൃപയാൽ താൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ താൻ പറഞ്ഞു, ഞാനാകുന്നത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ, കൃപയാൽ. താൻ കൃപയാൽ എന്ന് പറയുക, മനസ്സിലായോ? ഞാനാകുന്നത് കൃപയാൽ, കൃപയാൽ, കൃപയാൽ. നമുക്കൊന്നും പറയാനില്ല. സുവിശേഷ വില ചെയ്യുന്ന പാസ്റ്റർമാർ, വലിയ വലിയ റവറൻഡുമാർ, ഡോക്ടർമാർ, ഒരു ദിവസം 4 ഫ്ലൈറ്റിൽ പോയി പ്രസംഗിക്കുന്ന വീരന്മാരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു, അവരുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്. 4-5 ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്താ പ്രസംഗം? വെറും ദുരുപദേശം പറഞ്ഞു വിട്ടു, അല്ലേ? വേറെ പത്യോപദേശം പറയാൻ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ ഈ ലോകത്ത് വളരെ കുറവാണ്. ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ദുരുപദേശത്തിൻ്റെ അതിപ്രസരം കൊണ്ട് കേരളക്കര, ഭാരതം ആഗോള വ്യാപകമായി നിറഞ്ഞു കിടക്കുകയാണ്. ആത്മീയ ഗോളം തകർന്ന് തരിപ്പണമായി കിടക്കുക. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്യ എന്നൊരു സഭയെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു. അതൊരു കാലഘട്ടമാണ്, കർത്താവിൻ്റെ വരവിന് മുൻപുള്ള ലവോദിക്യ കാലഘട്ടം. ആ ലവോദിക്യ കാലഘട്ടത്തിൽ അവർ പറയുന്നത്, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. എന്നാൽ ദൈവം അവനോട് പറയും, നീ ദരിദ്രൻ, നീ നഗ്നൻ, നീ കുരുടൻ, നീ നിർഭാഗ്യവാൻ, അരിഷ്ടൻ എന്ന് നീ അറിയാതിരിക്കുന്നു. ആത്മീക സമ്പത്തുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷ വൃന്ദങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആത്മീക ദരിദ്രനാണ്, ആത്മീക കുരുടനാണ്, ആത്മീക നഗ്നനാണ്, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി തീർന്നു എന്നാണ് അവിടെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. അതുകൊണ്ട് അതിനെക്കുറിച്ച് സ്തോത്രം, ഒരു പുസ്തകം എഴുതിയ കർത്താവിൻ്റെ ഒരു വിലപ്പെട്ട ദാസനുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ ആ ഭാഗം, ലവോദിക്യ എന്നുള്ള ഭാഗം ഞാൻ ഫോട്ടോകോപ്പി എടുത്ത് ചില പ്രിയപ്പെട്ടവർക്കെല്ലാം കൊടുക്കാനിടയായി. ഏകദേശം ഒരു 5 പാസ്റ്റർമാർക്കോളം ഞാൻ കൊടുത്തു. എല്ലാവർക്കും, എൻ്റെ പരിചയത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാനത് കൊടുക്കണമെന്ന് എൻ്റെ ഹൃദയത്തിലൊരു വലിയ ആഗ്രഹവും കർത്താവ് ഒരു നിയോഗവും തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു സമയത്ത് ഒരു സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വിഷയം ഈ ഹൃദയത്തിലോട്ട് കയറി വന്നു. പെട്ടെന്ന് ഞാൻ വിഷയം എടുത്ത് ധ്യാനിക്കുകയും അത് പ്രസംഗിക്കണമെന്ന് ഹൃദയത്തിൽ പ്രേരണ വരികയും ചെയ്തു. അതിൻ്റെ ആ പ്രിൻ്റഡ് കോപ്പി ഞാൻ പലർക്കും കൊടുക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരും അത് ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളത് വായിക്കണം, പഠിക്കണം. ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ ചിത്രമാണ് അവിടെ കിടക്കുന്നത്. ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കിടക്കുക. രക്ഷാവസ്ത്രവും നീതിവസ്ത്രവും നഷ്ടപ്പെടുത്തിയപ്പോൾ ആത്മീയ നഗ്നനായി. അതിനൊക്കെ വാക്യങ്ങളുണ്ട്, ചുമ്മാ പറയുകയല്ല. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും ദൈവവചനം പ്രസംഗിക്കേണ്ട സ്ഥാനത്ത് ബുദ്ധിയിൽ പ്രസംഗിച്ചപ്പോൾ ആത്മീയ കുരുടന്മാരായി. അതാ കണ്ണിനെഴുതാൻ ലേപം അടിക്കണമെന്ന് പറയുന്നത്. ആ കുരുടന്മാർ അത് ആത്മാവിൽ ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ അതാ ചെയ്തത്. 3.5 വർഷം കൂടെ കൊണ്ടുകിടന്ന് പഠിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇനി പോയി പഠിപ്പിക്കരുത്, ഇപ്പോൾ പോയി പഠിപ്പിക്കരുത്. എന്ത് ചെയ്യണം? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ടോ കാത്തിരുന്ന് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി പ്രസംഗിക്കണം. യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഇവിടെ അറ്റത്തോളം പ്രസംഗിക്കണം. ശമരിയെ പോകരുത് നേരത്തെ പറഞ്ഞു. എന്നാൽ രക്ഷ സാർവത്രികമാകയാൽ ശമരിയയിലും എല്ലായിടത്തും പോയി പ്രസംഗിച്ച് ശിഷ്യരാക്കണം. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇന്നത്തെ പാസ്റ്റർമാർ വിട്ടുകളഞ്ഞിരിക്കുന്നതും ഇതാണ്. അവർ സഭയുണ്ടാക്കി ആളുകളെ കൂട്ടി സ്വോത്രാഴ്ച വാങ്ങി അവരിങ്ങനെ ധനാഢ്യന്മാരായി സുഖിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വീഴുന്നതിന് മുൻപ് നിങ്ങൾ ഈ വചന വ്യവസ്ഥയിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എനിക്ക് വചനം ആധികാരികമായി പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സുവിശേഷ വേല ചെയ്യാൻ ബൈബിൾ കോളേജ് ഡിഗ്രികളൊക്കെ പഠിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാനും 5-6 വർഷം ബൈബിൾ കോളേജിൽ ചവിട്ടിത്തൊഴിച്ച ഒരാളാണ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകളും മറ്റു പല കാര്യങ്ങളൊക്കെ പഠിക്കാനിടയിൽ. അതുകൊണ്ടൊന്നും സുവിശേഷ വേല ചെയ്യാൻ കഴിയുമെന്നാലും ചിന്തിക്കരുത്. പൗലോസ് എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. തിരുവത്താഴം മാത്രമല്ല,
വചനം മുഴുവൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഓരോ സമയങ്ങളിലും ദൈവസ്ഥനിൽ നിന്ന് പ്രാപിച്ച് ദൈവജനത്തിന് കൊടുത്തു പോരുന്ന രീതിയാണ് അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. ലേഖനങ്ങളിൽ കാണുന്നത്. ഇന്ന് രാവിലെ വരെയും ഇന്നലെ രാത്രിയും ഒന്നും ഞാൻ വചനഭാഗം കർത്താവെ തരണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അതാണ് നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് മുൻപായി മുഖോർവ് ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വാത്സല്യ ദൈവമക്കളെ, നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കണം. നമുക്ക് കർത്താവിൻ്റെ വരവിൽ പോകാനുള്ള യോഗ്യത നേടിയെടുക്കണം. അതിനാണ് സഭയെ വെച്ചിരിക്കുന്നത്. ആ സഭയെ ഇന്ന് പലരും വികലമാക്കി മാറ്റിയിരിക്കുക. പ്രായമുള്ള കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞ പലതും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അവർ പറഞ്ഞാൽ ഒന്നിതാണ്, ധനസമ്പാദനത്തിന് വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഒരു കൂട്ടര്. നിങ്ങളിവരെ തിരിച്ചറിയുക. ഞാൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നു: നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ കടപറിച്ചുകളെ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ സൂക്ഷിക്കുക എന്ന് ദൈവത്തിൽ തന്നിരിക്കുന്ന മുന്നറിയിപ്പ് എന്തിനാ? ടൈറ്റാനിക് എൻ്റെ കന്യായാത്രയിൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ഫസ്റ്റ് യാത്രയിൽ അവരുടെ അഹങ്കാരം ദൈവം പൊളിച്ചു കൊടുത്തു. നമ്മൾ ചരിത്രം നമുക്ക് സാക്ഷിയാണ്. ദൈവം വിചാരിച്ചാൽ പോലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന ആ ബുദ്ധിമാന്മാരുടെ എന്താ പറയുക, ആ വഷളന്മാരുടെ ആ നെറുകെട്ട ചിന്തയെ ദൈവം എന്ത് ചെയ്തു? അക്കന്യയാത്രയിൽ തന്നെ തകർത്ത് കളയാനിടയായി. എത്രയോ ജീവിതങ്ങൾ മരിച്ചൊടുങ്ങി. ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, അത് എന്നോട് ചേർന്നു. ഞാൻ നിന്നോട് ചേരട്ടെ എന്നും പറഞ്ഞ് ഒരു പാട്ടുണ്ടാക്കി പാടിക്കൊണ്ടിരിക്കുക. ടൈറ്റാനിക്കിൻ്റെ ആ സംഭവം സിനിമയാക്കി ഷൂട്ട് ചെയ്ത് കോടികൾ സമ്പാദിച്ച ആൾക്കാർ ധനാഢ്യന്മാരുമായി. അതാണ് നേരത്തെ പറഞ്ഞത്. ഈ ബൈബിൾ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ ഏറെയാണ്. നമുക്കറിയാം, 8 പോക്കറ്റും 5 പോക്കറ്റുമായിട്ട് നടക്കുന്ന മഹാന്മാരെയൊക്കെ നമ്മൾ കേട്ടു. താറാവിൻ്റെ പുറകെ നടന്നവരൊക്കെ കോടികളുടെ പുറകെ പോയി നശിച്ച് നാമാവിശേഷമായ ചിത്രം, അനുഭവം നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെട്ടേ പറ്റൂ. കാരണം ഇനി അധികം നാളുകളില്ല. നമ്മൾ നശിച്ചു പോകരുത്. നിത്യജീവൻ്റെ അവകാശികളായി മാറണം. ഇപ്പോൾ ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ ജീവനുണ്ട്, ജീവൻ്റെ അംശം കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഞാൻ മൊബൈലൊരു ചെറിയൊരു ക്ലിപ്പ് വായിച്ചു. ജീവൻ്റെ അംശം എങ്ങാണ്ടുമൊക്കെ കണ്ടെത്തിയത്. എടാ, നിത്യജീവൻ കണ്ടെത്തിയോ? യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യജീവൻ നമ്മൾ കണ്ടെത്തിയോ? അവരെന്തെങ്കിലും കണ്ടെത്തട്ടെ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവൻ നമ്മൾ കണ്ടെത്തിയോ? യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നില്ല പലപ്പോഴും. കാരണം എന്താ? തിരുവെടുത്ത് എന്നെക്കുറിച്ച് പറയുന്നു, നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷീകരിക്കുന്നു, പറയുന്നു, വിശ്വസിക്കുന്നു. അത് പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുപോലെ പലർക്കും നിത്യജീവൻ പ്രാപിപ്പാൻ മനസ്സില്ല. പാട്ട്, പ്രാർത്ഥന, ആരാധന ഇതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നിത്യജീവനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള വിശ്വാസികൾ വളരെ കുറവാണ്. ശുശ്രൂഷന്മാർ കുറവാണ്. അത് സാത്താൻ്റെ ഒരു ചതിയാണെന്ന് ഈ സമയം തിരിച്ചറിയുക. ഒരു വിശ്വാസിയായി ദൈവബദലായി ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഇവിടെ കിടന്ന് കുറേ സർക്കസൊക്കെ കാണിച്ച് മറ്റുള്ള മുമ്പിൽ നല്ല പിള്ള ചമയാൻ കഴിയും. പക്ഷേ നരകക്കുഴിയിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരുമെന്നുള്ള ആ രോദനം എൻ്റെ ഹൃദയത്തിൽ വേദനയായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ തിരിയപ്പെടുത്തുന്നത്, ബോധവൽക്കരിക്കുന്നത്. നായ്ക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം, സ്വത്രം വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. വിച്ഛേദനക്കാരെന്ന് പറഞ്ഞാൽ പഴയ നിയമം മാത്രം പ്രസംഗിച്ച് നടക്കുന്നത്. നായ്ക്കളെന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചത് തിന്നുകൊണ്ടിരിക്കുന്നവർ പ്രസംഗിക്കുന്നവർ. വിശുദ്ധ ഉപദേശം പ്രസംഗിച്ച പാസ്റ്റർമാർ പലരും ഇന്ന് ആഭരണമൊന്നും ഉപേക്ഷിക്കണ്ട, ലോകസ്നേഹമൊന്നും ഉപേക്ഷിക്കണ്ട, നമുക്ക് ലോകക്കാരൊക്കെ പോലെ ജീവിക്കണം. എൻ്റെ ഇടപാട് തീർന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ആകാത്ത വേലക്കാരെ, ദൈവവചനം ശുശ്രൂഷിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരു വാക്യം വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. നല്ല പൂർവ്വരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് ഇന്റർനാഷണൽ പാസ് എടുത്ത് മുഖോരവായിട്ട് വാക്യം വായിച്ച് പ്രസംഗിച്ചിട്ട്
അദ്ദേഹം അതിൻ്റെ ബോർഡറിൽ കിടന്ന് കളിച്ച് പ്രസംഗം നിർത്തി സ്തോത്രാഴ്ചയും പോയ ചരിത്രം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാനങ്ങ് പറയുന്നതിൽ നിങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു വിഷയമെടുത്താൽ അത് പ്രസംഗിച്ച് അതിൻ്റെ നാനാമുഖങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിലനിർത്തി ജീവിച്ച് അവിശുദ്ധമായി ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ള മഹത്തരമായ ശുശ്രൂഷയുടെ അവസ്ഥകളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ മക്കളെ, ഇതുപോൽക്കാലത്ത് ഈ വചന പ്രഘോഷണം നമ്മൾക്ക് അനുഗ്രഹവും നന്മയും വിടുതലുമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ആ വിഷയം ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം ഇതാണ്: ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ. മനസ്സിലായോ? ശീതോഷ്ണവാനാണ് വിശ്വാസി. വിശ്വാസിയാണോ? വിശ്വാസിയല്ല. എന്നാൽ വിശ്വാസിയല്ലേ? വിശ്വാസിയാണ്. ഒരു ഗുണമില്ലാത്ത വിശ്വാസ നിലവാരം പുലർത്തുന്ന ഒരു ക്രൈസ്തവ ഗോളമായി പെന്തക്കോ സമൂഹം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി എന്ന് പറയുന്നതിൽ വലിയ വേദനയുണ്ട് ഹൃദയത്തിൽ. വേദനയോടെ ഞാൻ പറയുക, കണ്ണുനീരോടെ ഞാൻ പറയുക. കാരണം അപ്പോസ്തലന്മാർ ഇത്ര കൃത്യമായ വ്യക്തമായ ഉപദേശം നമുക്ക് തന്നിട്ട്, പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 പത്രോസ് ആൽമന്തറവിൽ പ്രസംഗിച്ചു. ആ വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടു വന്ന 3000 പേര് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചും പോന്നു. 2:42 അവസാന വാക്യത്തിൽ അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് കർത്താവിൻ്റെ സഭ. 2500, 3500, 7500 സഭകളുണ്ടെന്നൊക്കെ ഇവിടെ കണക്ക് പറയുന്നത് കാണുമായിരിക്കാം. എന്നാൽ ഞാൻ ഇവിടെ പറയുന്ന കർത്താവിൻ്റെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നതാണ്. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല. സഭ പണിതുകൊണ്ടിരിക്കുക കർത്താവ്. പക്ഷെ ന്യൂനപക്ഷമാണെന്നേ ഉള്ളൂ. വലിയ വലിയ സംഘങ്ങൾ, വലിയ വലിയ സമൂഹങ്ങളായി സഭയായി കൂടി വരുന്നു. സഭയെന്ന് പറഞ്ഞ് കൂടി വന്ന് പല ഊതി വീഴ്ത്തലും കോരയും ശിരിയും ഛർദ്ദലും എന്ന് വേണ്ട ദുരുപദേശത്തിൻ്റെ കൂടായി മാറിയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ. അതിലൊരു വീരം പറഞ്ഞത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ വരുന്നവർ 500 രൂപ കുറഞ്ഞ് സ്തോത്രാഴ്ച ഇടരുത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ? ശവപ്പെട്ടി പോലെ ഒരു സ്തോത്രാഴ്ച പെട്ടി ഉണ്ടാക്കി വെച്ച് മനുഷ്യനെ പിഴിഞ്ഞെടുക്കുക. ആത്മീയമായിട്ടോ 1 ഇഞ്ച് പോലും അവരെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽപ്പെട്ടവരെയൊക്കെ ഞാനെടുത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ തിക്തമായ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ചുമ്മാ പറയുകയില്ല. ഞാൻ ഓരോ പറയുന്ന സമയം കളയുന്നില്ല. ഞാൻ വചനത്തിലേക്ക് വരട്ടെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നെ. എന്താണ് ഈ തീയിലൂതി കഴിച്ച പൊന്നെ? പഥ്യവചനം, പഥ്യോപദേശം. സഭ വിട്ടുപോയി. ന്യായപ്രമാണവും ആവശ്യമില്ലാത്തതും മനസ്സിൽ തോന്നുന്നതൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കണം, ഇതൊന്നും അറിയത്തില്ല. എൻ്റെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. വേദപുസ്തകം നടുവേ തുറന്നിട്ട് അങ്ങ് പ്രസംഗിക്കുക. മിക്കവാറും അതിന് ന്യായപ്രമാണത്തിലെ കാര്യങ്ങളാണ് പ്രസംഗിച്ചു കൂട്ടുന്നത്. ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഭയങ്കരമായിട്ട് കയർക്കാനൊക്കെ ഇടയായിത്തീർന്നു. ഞാനൊന്നും വേണ്ടിയില്ല. വലിയ പരിതാപകരമായിരുന്നു പുള്ളിയുടെ അവസാനത്തെ ദിനങ്ങളെന്നുള്ളത് ഓർത്ത് ഞാനിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവമേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയല്ല. ഈ പഥ്യവചനം, പഥ്യോപദേശത്തിനെതിരെ നമ്മൾ ആരും ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തെ തട്ടിക്കളയരുത്. കർത്താവിനെ തട്ടിക്കളയുക, അതിലൂടെ പിതാവിനെ തട്ടിക്കളയുക, പിന്നെ നീ നിരീശ്വരവാദികളുടെ ലിസ്റ്റിൽപ്പെടുക. തൃശ്ശൂർ എനിക്കൊരു അച്ചായനുണ്ട്. ഞാൻ അച്ചായനോട് പറഞ്ഞു മടുത്തു. അച്ചായനെ അത് ഇതുവരെയും പിടികിട്ടിട്ടില്ല. അച്ചായൻ ഇത് പറയുമ്പോൾ എന്നെ അങ്ങ് ശാസിക്കും, തർജ്ജനം ചെയ്യും. ഞാൻ ഫോണങ്ങ് കട്ട് ചെയ്ത് കളയും. സത്യം പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ദൈവസഭയുടെ ഉപദേശമാണ്. റോമാദേശത്ത് അവർ പോയി പ്രസംഗിച്ചു, റോമാസഭയുണ്ടായി. കൊരിന്ത് എന്ന പാപം നിറഞ്ഞ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, കൊരിന്ത് സഭയുണ്ടായി. ഗലാത്യ എന്ന ദേശത്ത് പോയി പ്രസംഗിച്ചു, ഗലാത്യ സഭയുണ്ടായി. ഫിലിപ്പിയ എന്ന ദേശത്ത് പോയി പ്രസംഗിച്ചു, ഫിലിപ്പിയ സഭയുണ്ടായി. കൊലോസ്യ എന്ന ദേശത്ത് പോയി പ്രസംഗിച്ചു, കൊലോസ്യ സഭയുണ്ടായി.
തെസ്സലോനിക്ക എന്ന ദേശത്ത് പോയി പ്രസംഗിച്ചു. തെസ്സലോനിക്ക സഭയുണ്ടായി. അവർ രൂപപ്പെടുത്തിയെടുത്ത സഭയെ അവർ പ്രസംഗിച്ച ഉപദേശങ്ങൾ ഇതിൽ കിടപ്പുണ്ട്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചപ്പും ചവറും ഒക്കെ ജനത്തെ തീറ്റിച്ച് ജനത്തെ നശിപ്പിക്കുന്നത്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ പ്രസംഗിച്ച വചനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. വാക്കിനാൽ പ്രസംഗിച്ച പ്രവൃത്തി പുസ്തകത്തിലും ലേഖനങ്ങളൂടെയുള്ളത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. വെളിപ്പാട് 1, 2, 3 ഉണ്ട്. 4 സഭ സ്വർഗത്തിലാണ്. അത് പഠിപ്പിക്കാം. അപ്പം അത് നമ്മൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് അത് ആത്മനിയോഗത്താൽ ജനത്തെ പഠിപ്പിച്ച് കൊരിന്ത് സഭ പോലെ ഗലാത്യ സഭ പോലെ നല്ല തിറവുള്ള വിശ്വാസികളാക്കി മാറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വട്ടപൂജ്യമായിരിക്കും അവസാനം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ആ വചനത്തിലേക്ക് വരിക. വിഷയം അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, സമ്പന്നനാണ്ട് തീയിൽ കുറിച്ച പൊന്നും നഗ്നയുടെ ലജ്ജ വെളിവാകുന്നതോണം വെള്ള വസ്ത്രം രക്ഷാവസ്ത്രം നീതി വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ നഗ്നരായി. പിന്നെ കണ്ണിനെടുതാൻ ലേപം പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാട് പ്രാപിച്ച് പരിശുദ്ധാത്മാവിലുള്ള പ്രാപിച്ച് ദൈവജനം പ്രസംഗിക്കേണ്ടവർ ബുദ്ധിയിൽ കിടന്ന് പ്രസംഗിക്കുക. വലിയ വലിയ ബൈബിൾ കോളേജിലെ കമൻട്രികളും മറ്റതുമൊക്കെ ചാപ്പും ചവറും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഒരു ഗുണവുമില്ല. പൗലൂസ് പറഞ്ഞ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കേണ്ട എൻ്റെ നാവിൽ വചനം തരേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ വചനങ്ങളുടെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. 1 കൊരിന്ത്യർ 2:5. പത്രോസിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നു, ഒരുവൻ ദൈവത്തിലും സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. ഇതൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങൾ എടുക്കണമെന്ന് ഓർപ്പിച്ച് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. ഈ മുന്തിരിവള്ളി എന്നുള്ളത് യഹൂദിനെ സാദൃശീകരിക്കുന്ന ഒരു പഠനം കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരിവള്ളിയെന്ന് യെശയ്യാ പുസ്തകം 5-ാം അധ്യായത്തിൽ യെശയ്യാവ് ആത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. പിതാവിൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് യേശു ക്രിസ്തു. ഈ സാദൃശ്യ പഠനങ്ങളിലൂടെ മഹത്തരമായ ഒരു വിഷയമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. മുന്തിരിവള്ളി ആര്, തോട്ടക്കാരൻ ആര്, മുന്തിരി ഏത്, ഒരു പിടിയില്ലാത്ത ആൾക്കാരാണ് ഇന്ന് നല്ലൊരു ശതമാനം കിടക്കുന്നത്. എല്ലാവരെ കുറിച്ചുമല്ല. നന്നായി ദൈവവചനം ഗ്രഹിച്ച് പ്രസംഗിക്കുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശരിയായ വചന വെളിപ്പാട് ജനത്തിനെടുത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ആത്മീകമായി 1 ഇഞ്ച് പോലും വളരാൻ കഴിയത്തില്ല. പിന്നെ പാസ്റ്റർ കളിച്ച് ഇങ്ങനെ നടക്കാം. ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു വേലക്കാരനാണ്, ഞാൻ എന്തൊക്കെയാണ്, ഞാനൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കാം. ഒരു വിശേഷം ഉണ്ടാകത്തില്ല. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക, യഥാർത്ഥമായി വിഭാഗിക്കുക. അങ്ങനെ വിഭാഗിക്കുമ്പോൾ മാത്രമാണ് സ്തോത്രം, ഹല്ലേലൂയ, ജനത്തിന് ആ വചനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ അത് നന്നായിട്ട് മനസ്സിലാക്കണം. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ആത്മാവ് ഉപദേശിക്കുന്ന ആ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ജനത്തിന് കിട്ടണം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ആ വചനത്തിനാ ജീവനുള്ളത്. ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം നശിപ്പോകുന്നവർക്ക് പോഷത്വം രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തി. അപ്പൊ ദൈവശക്തി ആ വചനത്തിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ആ വചനത്തിലുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ
ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളത് ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് എന്ത് ചെയ്യുന്നു? വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിലെ ആ വാക്യം ഞങ്ങളടുത്ത് വായിക്കുന്നു. ഞങ്ങൾ പ്രസംഗിച്ച ആ ദൈവവചനം 1 തെസ്സലോനി 1:2-13. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. അത് രോഗികൾക്ക് സൗഖ്യമാണ്. അത് ഭൂതം കയറിയിരിക്കുന്നവർക്ക് ഭൂതശാന്തിയായി മാറുന്നു. അത് സമാധാനമില്ലാത്തവർക്ക് സമാധാനം, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം, പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ. അങ്ങനെ വിവിധ നിലയിൽ ഏതവസ്ഥയിലായിരിക്കുന്നവർക്കും ഈ വചനത്തിൻ്റെ വ്യാപാര ശക്തിയിലൂടെ അവർക്ക് അതിൻ്റേതായ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീകമായ അനുഗ്രഹത്തിൻ്റെ കലവറകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനെന്ത് ചെയ്യണം? ആ പഥ്യവചനം, പഥ്യോപദേശം കറകൂടാതെ അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കണം. ഇന്നതൊന്നുമില്ല. ഇന്നൊക്കെ മനസ്സിൽ തോന്നുന്നത് മെസ്സേജ് വായി വരുന്നതൊക്കെ വിളിച്ച് പറയുക. എന്നിട്ട് മെസ്സേജാണെന്നും പറഞ്ഞ് യൂട്യൂബിൽ വിട്ട് കാശുണ്ടാക്കി കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവമക്കളെ, എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. നന്നായി ദൈവവചനം പ്രസംഗിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർ കൂടി ഈ കൾട്ട് ഉപദേശിമാരുടെ വചനം കേട്ട് അവരും നശിച്ചുകൊണ്ടിരിക്കും. അവരും തെറ്റിപ്പോവുക പലരും. എനിക്കറിയാം, നന്നായി വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ പോലും ഈ കള്ളന്മാരുടെ കൂടെ പോയി ചേർന്നിട്ട് അവരും എന്ത് ചെയ്തു? മുഴുവൻ കള്ളത്തരം പറയുന്നു. ഒത്തിരി പേരെ എനിക്കറിയാം. അവരുടെ ബിഗിനിങ് സ്റ്റേജൊക്കെ വളരെ നന്നായിരുന്നു. എന്നാൽ അവർ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അവർ ഈ കൾട്ട് ഉപദേശിമാരുടെ കൂടെ കൂടി അവരും കൾട്ട് പ്രസംഗിക്കുന്നവരായി നരകത്തിൻ്റെ വ്യക്താക്കളായി തീർന്നു. അവരെ ഓർത്ത് ഞാൻ കരയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. പിതാവിൻ്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് യേശു ക്രിസ്തു. ഈ ശിഷ്യന്മാർക്ക് അവരുടെ വിദ്യാഭ്യാസമൊക്കെ എന്തായിരുന്നു? പത്രോസിൻ്റെ യോഹന്നാൻ്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? ഇതാ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. പക്ഷെ പിന്നീടുള്ള വാക്യം വായിക്കണം. അവർ യേശുവിനോടുകൂടി ആയിരുന്നു. ഈ പഠിത്തവും വിദ്യാഭ്യാസമൊക്കെ നല്ലതാണെങ്കിലും കർത്താവിനോടുകൂടെ ആയിരിക്കുന്നില്ലെങ്കിൽ ഒരു വിശേഷവുമില്ല. ജനത്തെ നമ്മുടെ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും പ്രസംഗിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ വേണ്ടെന്ന് പറയുന്നില്ല, നല്ലതാണ്. അതിനോടൊപ്പം ദൈവകൃപ പ്രാപിക്കണം, ആത്മശക്തി പ്രാപിക്കണം, കൃപാവരങ്ങളെ പ്രാപിക്കണം, ദൈവസന്നിധി താണിരിക്കണം. ഞാനാകുന്നത് കൃപയാലാണെന്ന് ചിന്തിച്ചോണം. നമ്മുടെ വചനം കേട്ട് ആൾക്കാരൊക്കെ ബലപ്പെടുന്നു എന്നൊക്കെ ചിന്തിച്ചാലും അതൊന്നും സംഭവിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിലൂടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ വിശ്വാസികൾക്കൊന്നും കിട്ടാനില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. അപ്പോൾ പിതാവിൻ്റെ തോട്ടത്തിലെ നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് യേശു ക്രിസ്തു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. അപ്പം നമ്മൾ യേശു കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ഉപദേശങ്ങൾ സഭയെ പഠിപ്പിച്ച് ഫലകരമായ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായി തീരണം. അപ്പോഴേ കർത്താവിൽ നമ്മൾ കായ്ക്കുന്നവരായി, ഫലം കായ്ക്കുന്നവരായി തീരത്തുള്ളൂ. അതിന് നമ്മുടെ അറിവും കഴിവും ഒന്നും ഇവിടെ പര്യാപ്തമല്ല. കർത്താവ് പറഞ്ഞ വചനങ്ങൾ ജനത്തെ പഠിപ്പിക്കുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുപെടുക, ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേലെ അലച്ചു, അത് വീണില്ല. അപ്പം കർത്താവിൻ്റെ അടുക്കൽ വന്ന് വചനം കേട്ട് പഠിക്കണം. കർത്താവ് ഹിതമോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല, നിത്യജീവൻ ഉണ്ടെന്നും കർത്താവ് അയച്ച എൻ്റെ അടുക്കൽ നിത്യജീവൻ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ആ നിത്യജീവൻ പ്രാപിപ്പാൻ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ലാതെ പോയി എന്ന് കർത്താവ് പറയുന്നൊരു ഭാഗം ഞാൻ എപ്പോഴും സ്തോത്രം എടുത്ത് ധ്യാനിക്കാറുണ്ട്. പ്രിയമുള്ളവർ, അതൊക്കെ നമ്മൾ കുറിപ്പെട്ട കാര്യങ്ങളായി നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ ശ്രദ്ധിച്ച് വേണം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ പഠിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ടത് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വളച്ചൊടിക്കരുത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കോട്ടിക്കളയരുത്. അതാ ഞാൻ പറയുന്നത്, എപ്പോഴും പറയുന്നത്, വചനത്തെ കോട്ടിക്കളയുന്നു, കൂട്ടിച്ചേർക്കുന്നു, മറിച്ച് കളയുന്നു.
ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്നവരെ പോലെയല്ല. അപ്പോൾ കൂട്ടുചേർക്കരുത്, മറിച്ച് കളയരുത്, കോട്ടിക്കളയരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ആര് ചെയ്താൽ അവരെല്ലാം ആകാത്ത വേലക്കാരും നായ്ക്കളും വിച്ഛേദനക്കാരുമായി മാറും. അവസാനം നിത്യത നഷ്ടമാകും. നടത്തപ്പെടുന്ന ആത്മാക്കളും നിത്യതയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വരിക. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും.